ഹലോ ഫ്രണ്ട്സ്, രാഹുൽ ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്കായിട്ട് ഒരു പേ ലൈറ്റർ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് 10,000 രൂപയാണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് കിട്ടിയത്. ഈ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് വെച്ചുകൊണ്ട് എനിക്ക് മൊബൈൽ പർച്ചേസോ അല്ലെങ്കിൽ ഫോണ് കാര്യങ്ങളോ കറണ്ട് ബില്ലോ അങ്ങനെ വാട്ടർ ബില്ല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പേ ചെയ്യാൻ പറ്റും. ഒരു മാസം 30-ാം തീയതി എനിക്കത് തിരിച്ചടച്ചാൽ മതി. EMI ആയിട്ടാണെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അങ്ങനെ എനിക്കിപ്പോൾ നിലവിൽ 10,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 10,000 രൂപ കിട്ടിയത് വെറും ആധാർ കാർഡ് വെച്ച് മാത്രമാണെന്ന് ഞാൻ പറയും. ഒരു പാൻ കാർഡോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇവർ നമ്മൾ സിബിൽ കാര്യങ്ങൾ പോലും ചെക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു 10,000 രൂപ കിട്ടിയത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ മൊത്തത്തിൽ കാണുന്നതിൻ്റെ പകുതിയിൽ നിന്ന് പോയിട്ട് ചെയ്തിട്ട് എൻ്റെ വെരിഫിക്കേഷൻ ആവുന്നില്ല, എൻ്റെ KYC അപ്രൂവ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മൊത്തമായിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ഞാനിപ്പോൾ പേര് പറയുമ്പോഴത്തേക്കും നിങ്ങളത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. കാരണം ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ KYC കാര്യങ്ങളൊക്കെ പകുതിയിൽ നിന്ന് സ്റ്റക്കായി പോകും. കാരണം പ്രോപ്പറായിട്ട് നമുക്ക് സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം പുതിയൊരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പകുതിയിൽ നിന്ന് വെച്ച് വീഡിയോ കാണാതെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം KYC കാര്യങ്ങളൊക്കെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. അതിനായിട്ട് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുക. അപ്പോൾ ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ പോകുന്നതിന് ശേഷം ഫിൻബഡ് പേ ക്രെഡിറ്റ് ലൈൻ ഈ ഒരു ആപ്ലിക്കേഷൻ കാണും. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സൈനപ്പ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ആധാർ നമ്പർ ഇവിടെ ഫസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇമെയിൽ, മൊബൈൽ നമ്പർ, ഒരു പിന്ന് സെറ്റ് ചെയ്യണം. ആ പിന്ന് മറന്നു പോകരുത്. ആ പിന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് സൈനപ്പ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൈനപ്പ് എന്നുള്ള ആ ഒരു ഇത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു OTP നമ്മുടെ Gmail ID വരും. അപ്പോൾ നമുക്ക് Gmailൽ പോയിട്ട് ആ OTP എടുത്ത് ഇവിടെ ഒന്ന് വെരിഫൈ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നെയിം, ആ ലാസ്റ്റ് നെയിം, കൂടാതെ അഡ്രസ്സ്, നമ്മുടെ സ്റ്റേറ്റ്, സിറ്റി, പിൻകോഡ്, ഈ ഒരു കാര്യങ്ങളൊക്കെ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എൻ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഇങ്ങനെ മേലെ സെറ്റപ്പ് യുവർ അക്കൗണ്ട് എന്ന് വരും. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ഫോട്ടോ നമ്മൾ ഫോണിലെടുത്തിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ബാക്ക് അതുപോലെ പാൻ കാർഡ്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ഗ്വാറണ്ടർ, അതായത് ഒരു ഗ്വാറണ്ടർ, ഒരു ജാമ്യത്തിന് ഒരാളെ കൊടുക്കണം. അത് ഞാനിപ്പോൾ എൻ്റെ അച്ഛനാണ് കൊടുത്തത്. അതിനുശേഷം അവരുടെ ആധാർ കാർഡിൻ്റെ ബാക്ക് ഫ്രണ്ട്, കൂടാതെ നമ്മുടെ ഒരു സെൽഫി ഇമേജും കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ അറിയാം എന്തൊക്കെ വേണമെന്നുള്ളത്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റപ്പ് ഓട്ടോ ഡെബിറ്റ് എന്ന് മേലെ കാണും. അപ്പോൾ നമുക്കൊരു ചിലപ്പോൾ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും ഓട്ടോ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇമെയിലിൽ പോയിട്ട് ആ ഒരു ഓട്ടോ ഡെബിറ്റ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യുക. അത് ഓട്ടോ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്റ് ആണ്. നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് അവർക്ക് എടുക്കാനുള്ളൊരു പെർമിഷനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം 87,500 രൂപയാണ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ട് കയറിയത്. ഓക്കെ, ഇനി ഒരു ഇൻ്റർഫേസിൽ നമുക്ക് അത് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുകയാണ്. ഈ ഓൺലൈൻ ഷോപ്പിംഗ്, നമുക്ക് ഓൺലൈൻ ഷോപ്പ് വഴി പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. കൂടാണ്ട് നമുക്കത് EMI ആയിട്ട് കൺവേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, കൂടാതെ അതിൽ ഇലക്ട്രിസിറ്റി ബില്ല് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ അടയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫേമസ് മെർച്ചൻറ്റ്സ് ആയിട്ടുള്ള ക്രൗൺ പ്ലാസ, അതുപോലെ മക്ഡൊണാൾഡ്സ്, ഇവിടെയൊക്കെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ പേയ്മെൻറ്റ് ഇതുവഴി ത്രൂ ചെയ്യാൻ ഇവരുടെ മെർച്ചൻറ്റ് പാർട്ട്ണറാണ്. ഓക്കെ, പിന്നെ ബില്ലിംഗ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മളിൽ കാണും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. താങ്ക് യു.